Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്നേ ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇന്ന് നാടൻ ഭക്ഷണം ഒന്നും ഇവിടെ ചെയ്യുന്നില്ല. ഇന്ന് നമ്മൾ കുറേ ദിവസമായില്ലേ പുറത്തൊക്കെ പോയിട്ട്. അപ്പോൾ പിന്നെ ഇന്ന് നമുക്ക് പുറത്ത് പോവാം. പുറത്ത് പോകാമെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ ആഹാര രീതി ഒത്തിരി വ്യത്യാസമാണ്. നമ്മൾ കഴിക്കുന്ന കൂട്ട് ഇഡ്ഡലി സാമ്പാർ ചമ്മന്തി എന്നൊന്നും പറഞ്ഞ് ആരും കഴിക്കുകയില്ല അവിടെ ഒന്നുമേ. എന്നും പറഞ്ഞ് ഈ പറഞ്ഞ പോലത്തെ ടിപ്പൊന്നുമല്ല നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കുറച്ച് പുറത്ത് പോവുക. പുറത്തെന്ന് പറഞ്ഞാൽ ഒരു എബ്രോഡൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി ഒരു ഡിന്നറിനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഇത് ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് ലൈറ്റ് ഡിന്നേഴ്സ് ആണ്, ഈറ്റ് ലൈക്ക് എ ബെഗർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഡിന്നറൊക്കെ കഴിക്കുമ്പം ഏറ്റവും ലൈറ്റ് ഫുഡ്, അതായത് ഏറ്റവും ലൈറ്റ് ഫുഡാണ് കഴിക്കാനുള്ളത്. അപ്പം അങ്ങനെ ആണെങ്കിലും ഇതെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും മതി, കുഴപ്പമില്ല. അത് നമ്മുടെ ഇഷ്ടം പോലെ. ഇപ്പോൾ ഇവിടെ എന്നാ ചെയ്യാൻ പോകുന്നത്, 2 ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. രണ്ടും അതല്ല, ഇതൊന്നുമല്ല, ഒരു സ്റ്റാർട്ടറായിട്ട് നമുക്ക് കൊടുക്കണം എന്ന് തോന്നിയാൽ അങ്ങനെ ആവാം. ഇവിടെ ചെയ്യാൻ പോകുന്ന 2 ഡിഷ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ക്രിസ്പി ഫ്രൈഡ് എഗ്, പിന്നെ ചെയ്യാൻ പോകുന്നത് ഫ്രോസ്റ്റഡ് ലെമണേഡ്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രോസ്റ്റഡ് ലെമണേഡാണ്. അതെന്നാന്ന് വെച്ചാൽ വലിയ പണിയൊന്നുമില്ല. അതിനകത്ത് നമ്മൾ നാരങ്ങ എടുക്കുകയല്ലേ, അതിന് വേണ്ടിയ സാധനങ്ങൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അതിന് കുറച്ച് നാരങ്ങ നീര് വേണേ, അതായത് തനി നാരങ്ങയിൽ നിന്ന് തന്നെ പിഴിഞ്ഞെടുത്തതാണേ. പിന്നെ വേണ്ടിയത് നാരങ്ങ വെള്ളത്തിൽ നമ്മൾ എത്തോരം പഞ്ചസാര ഇടുന്നേ അത്രയും പഞ്ചസാര വേണം. പിന്നെ വേണ്ടിയത് കുറച്ച് ഐസ് ക്യൂബ്സ് വേണം. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ കുറച്ച് വാനില ഐസ്ക്രീം. ഇത്രയും മാത്രമേ വേണ്ടുള്ളൂ. ഫസ്റ്റ് നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നാരങ്ങയും പഞ്ചസാരയും ഐസും കൂടി ഇട്ട് മിക്സിയിൽ നല്ലതായിട്ട് അടിക്കുക. അടിച്ചതിന് ശേഷം ഐസ്ക്രീം ചേർക്കുന്നത് എങ്ങനെയാണെന്നറിയോ, ആ ഫുൾ നാരങ്ങേനെ ഒരു എന്നാ പറയുക, ഒരു കട്ടിയുള്ള സ്മൂത്തി പോലെ ആക്കിയെടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പം അത്രയും മാത്രം നമ്മൾ എന്നാ ചേർക്കണം, ഐസ്ക്രീം ചേർക്കണം, എന്നാൽ ആ ടേസ്റ്റ് വരത്തുള്ളൂ. ഫസ്റ്റ് നമുക്ക് നാരങ്ങ ഉണ്ടാക്കാം. നാരങ്ങയല്ല, നാരങ്ങ ജ്യൂസ്. അതായത് നമ്മൾ വീട്ടിലൊക്കെ ചുമ്മാ നാരങ്ങ പിഴിഞ്ഞേച്ച് പഞ്ചസാര ഇട്ട് ഐസ് കൂട്ട് എടുക്കുകയുള്ളൂ. പക്ഷേ ഈ പരിപാടി കുറച്ചുകൂടെ പോഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ മിക്സിയിൽ വെച്ചിട്ട് അടിച്ചെടുക്കുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് എത്രയാ പഞ്ചസാര വേണ്ടതെന്ന് വെച്ചാൽ മധുരം കണക്കാക്കി. വാനില ഐസ്ക്രീമിന് മധുരമുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ആ നാരങ്ങയ്ക്ക് ഒരു ഇച്ചിരി പുളിപ്പല്ലേ, അന്നേരം ഒരു ഇച്ചിരി പഞ്ചസാര വേണേ. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ആയിട്ടേക്കുന്നത്. പിന്നെ അന്നേല ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഐസ് ക്യൂബ്സ്. ഇതാദ്യം ഒന്ന് അടിച്ച് വെച്ചും നമുക്ക് വാനില ഐസ്ക്രീം ചേർക്കാം. കണ്ടോ, ഇതിങ്ങനെ ആവും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ഐസ്ക്രീം, കുറച്ച് കൂടുതൽ ഐസ്ക്രീം ചേർക്കണം. 2 ഗ്ലാസ് കണക്കാക്കി. ഇതിപ്പം ഒരു 4-5 സ്കൂപ്പ് ഉണ്ട്, അത് ഞാൻ ഇതിനകത്ത് ഇടുക. ഐസ്ക്രീമിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഗ്ലാസ്സിനകത്ത് ഈ നാരങ്ങ വെള്ളം പോലെ ലൂസായി ഇരിക്കരുത്, അത് ഇച്ചിരി കട്ടിയായിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അതാന്നു അതിൻ്റെ അളവ് എന്ന് പറയുന്നത്. കണ്ടോ, കട്ടിയായിട്ടിരിക്കും. ഇത് ഭയങ്കര ടേസ്റ്റാന്നു. മാത്രമല്ല നാരങ്ങ അല്ലേ അന്നേരം പിന്നെ ഒരു ഇച്ചിരി ഫ്രഷ്നെസ് വരും. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും കുടിക്കാനൊക്കെ നല്ലതാ. അല്ലെന്നുണ്ടെങ്കിൽ ഗസ്റ്റ് വരുമ്പോൾ ഏറ്റവും എളുപ്പം ഇതല്ലേ, വാനില ഐസ്ക്രീം മേടിച്ച് ഫ്രിഡ്ജിൽ വെക്കുക, എന്നുവെച്ചാൽ നാരങ്ങ പിഴിയാൻ എന്നാ നേരം വേണം. പക്ഷെ എന്നാ പ്രശ്നം എന്നറിയാവോ, ഐസ്ക്രീം മേടിച്ച് വെച്ച പിള്ളേർ അതിനകത്ത് ഇരിക്കാനൊന്നും അനുവദിക്കണ്ടേ. അമ്മ ഞാൻ ഇച്ചിരി എടുത്തോടെ ആ തീരുന്നിടം വരെ അമ്മമാർക്ക് അത് വേണം. എൻ്റെ വീട്ടിൽ അത് തന്നെയാണ് കേട്ടോ. അന്നേരം പിന്നെ ആ നേരത്തെ ഞാൻ മേടിക്കുകയുള്ളൂ, അല്ലെ പിന്നെ കിട്ടുകയില്ല. എന്നാലും ഇപ്പം ഞാൻ ഗ്ലാസ്സിലോട്ട് ഇതൊന്ന് ആക്കിയേക്കട്ടെ.
മേളിൽ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ലെമൺ വെജ്ജസോ അല്ലെങ്കിൽ ചുമ്മാ നാരങ്ങ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വട്ടത്തിൽ മുറിച്ചേച്ച് അതിൻ്റെ സൈഡിൽ ഒരു ഇച്ചിരി കീറിയേച്ച് അതിൻ്റെ സൈഡിലൊക്കെ വെച്ച് ഇച്ചിരി അലങ്കരിക്കാം. അത് നമുക്ക് കൊടുക്കാൻ നേരം അലങ്കരിക്കാം. അതിന് മുന്നേ ചേർത്തേക്കുന്ന ഐസ്ക്രീം ആണേ. അന്നേരം അതിൻ്റെ ആ ഒരു രുചിയും ഇതൊക്കെ പോവാതിരിക്കാൻ എന്നാ ചെയ്യണം, തിരിച്ച് ഫ്രിഡ്ജിൽ പോകണ്ടേ. അന്നേരം ഇതൊന്ന് വെച്ചേച്ച് വരാം. ഞാൻ ലെമനേഡ് അകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രിസ്പി ഫ്രൈഡ് എഗ് ആണ്. ഓപ്ഷൻസ് ഇതിനകത്ത് ഒരുപാടുണ്ട്. ഇപ്പം ഞാൻ ഈ പറയുന്ന കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻറ്റ് മസ്റ്റായിട്ട് ചേർക്കണ്ട. എന്നാന്ന് വെച്ചാൽ ചിലർക്കൊന്നും ഞാൻ ഇതിനകത്ത് പറയുന്നൊന്നും പിടിക്കുകയില്ല. അതിന് ഒരു ഓപ്ഷൻ ഞാൻ തരാം. എന്നാലും ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും അറിയണ്ടേ. അതിന് വേണ്ടിയ സാധനം എന്നാന്ന് വെച്ചാൽ മുട്ട വെച്ച് നമ്മൾ ഇതിന് മുന്നേ ചെയ്ത അതിശയപ്പത്തിരിയാണ്. പക്ഷേ ഇത് ഒരു മുട്ടയെന്ന് പറയുന്നത് നമ്മൾ ഏകദേശം വറുത്തൊക്കെ വരുമ്പോൾ കട്ട്ലേറ്റ് പരുവത്തിനായിരിക്കുന്നത്. അതൊക്കെ പിന്നെ പറയാം, അത് നമ്മൾ ചെയ്യുമ്പോൾ അറിയാമല്ലോ. ഇനിയിപ്പോൾ ഫസ്റ്റ് നമുക്ക് ആദ്യം ഇൻഗ്രീഡിയൻറ്റ് എഴുതിയെടുക്കാം അല്ലേ, മൊത്തം കൺഫ്യൂഷനാണ്. ഫസ്റ്റ് നമുക്ക് വേണ്ടിയത് ഇച്ചിരി മുട്ടയാണ്. എത്ര ഫ്രൈഡ് എഗ്സാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുത്തോണം. പിന്നെ വേണ്ടിയത് കുറച്ച് വിനീഗർ. പിന്നെ ഇത് എന്നാന്ന് വെച്ചാൽ കുഞ്ഞുള്ളിയാന്നേ. ഈ കൊച്ചുള്ളി ഏറ്റവും ചെറുതായിട്ട് അരിയാവോ അത്രയും ചെറുതായിട്ട് അരിയുക. പിന്നെ വേണ്ടിയത് കുറച്ച് മസ്റ്റർഡ് പേസ്റ്റ്. പിന്നെ ആന്നേൽ ഒരു ഇച്ചിരി ഒലീവ് ഓയിലാണ്. ഈ ഒലീവ് ഓയിൽ മസ്റ്റ് ഒന്നുമല്ല, അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ ആയാലും മതി. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടി, അതായത് നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന പൊടി. പിന്നെ അന്നേരം ഒരു ഇച്ചിരി മൈദ, പിന്നെ ഇച്ചിരി ഉപ്പ്, പിന്നെ വറുത്തെടുക്കാൻ ഇച്ചിരി ബ്രെഡ് ക്രംസ്, പിന്നെ അന്നേരം അതായത് കട്ട്ലേറ്റ് പോലെ വറുത്തെടുക്കാനായിട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ. പിന്നെ ആന്നു കുറച്ച് ലെറ്റൂസ് ലീവ്സ് ആണ്. ഇത് കുറച്ച് ക്രഞ്ചിനെസ് ഉള്ള ലെറ്റൂസ് ലീവ്സ് എടുക്കുക. പിന്നെ ഇതാന്നു ഞാൻ പറഞ്ഞത്, ഇത് കുറച്ച് ബേക്കൺ ആന്നു. ചിലർക്കാന്നേലും ഈ ബേക്കൺ ഇഷ്ടപ്പെടുകയില്ല. അതിന് പകരം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കോഴി അങ്ങോട്ട് മേടിച്ചേച്ച് കുഞ്ഞു കുഞ്ഞു പീസ്, അതായത് എന്നാ പറയുന്നത്, ഒരു മുട്ടായി വലുപ്പത്തിന്, നമ്മുടെ ഈ ചുവിങ്കത്തിൻ്റെയൊക്കെ വലുപ്പമില്ലേ അന്ന് പറഞ്ഞ കൂട്ട് സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചെടുത്തേച്ചാലും മതി. ഇത് മസ്റ്റൊന്നുമല്ല. ഇനിയിപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ, നമുക്ക് ഈ മുട്ടേനെ എണ്ണ ചേർക്കാതെ എന്നാൽ ഹാഫ് ബോയിലാക്കി എടുക്കുകയും വേണം. അതിന് എന്നാ എളുപ്പ വഴിയെന്ന് വെച്ചാൽ ഈ മുട്ട ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യം ഇച്ചിരി വെള്ളം ഒഴിച്ചോട്ടെ. ആദ്യം നമ്മുടെ ഒരു ചെറിയ സോസ് പാനിൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുക. അത് നല്ലോണം തിളയ്ക്കണം. അതിന് മുന്നേ കുറച്ച്, അതായത് 1 സ്പൂൺ ആപ്പിൾ സിഡ വിനീഗറോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാദാ വിനീഗറോ അതിനകത്തോട്ട് 1 സ്പൂൺ ഒഴിക്കുക. എന്നുവെച്ചാൽ അത് അവിടെ ഇരുന്നൊന്ന് തിളക്കട്ടെ. ആ സമയത്ത് ആ സമയത്ത് തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പറേ ഒരു ഇച്ചിരി തണുത്ത വെള്ളവും കൂടെ കരുതിയേക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പം ഇത് തിളച്ച് കഴിയുമ്പോഴത്തേനാന്നു നമുക്കൊരു വേൾപൂൾ, അതായത് നമ്മളിങ്ങനെ കറക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മുടെ വെള്ളം ഇങ്ങനെ കറങ്ങുകയല്ലേ, അന്നേരം നടുഭാഗത്താന്നേലും ഒരു ചുഴി പോലെയൊക്കെ വരുവേ. ആ ചുഴി വരുന്ന ഭാഗത്ത് നമ്മളൊരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. എന്ന് വെച്ചാൽ ഇളക്കും തോറും ആ മുട്ടയുടെ വൈറ്റ് കംപ്ലീറ്റ് അതുമായിട്ട് കോട്ട് ചെയ്യും. ഇത് ഒരുപാട് വേവ് കാണുകയില്ല. അകത്തെ യോക്ക്, അതായത് മഞ്ഞ എന്നാ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ എന്നാ പറയുക, കുഞ്ഞു പിള്ളേർക്കൊക്കെ നമ്മൾ മുട്ട വാട്ടി കൊടുക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ടേ അതാവത്തുള്ളൂ. ഇപ്പം സപ്പോസ് നമുക്ക് ചിലർക്കൊന്നെങ്കിൽ, ഇപ്പം എനിക്ക് ബേസിക്കലി ഞാൻ പറയുവാണെങ്കിൽ ചില സ്ത്രീകൾക്കൊക്കെ ആന്നേൽ ഈ മുട്ടയുടെ ഇങ്ങനെ മഞ്ഞ വരുന്ന അങ്ങനെ ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെ ആന്നേൽ നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ചെറിയ തീയയിൽ ഒരു പാൻ വെച്ചേച്ച് മുട്ടയിട്ട് അതിനിങ്ങനെ 4 സൈഡഡ് ഫോൾഡ് ചെയ്യണം. ഏതാ നമുക്ക് കൈവാക്ക് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ടേസ്റ്റ് ഏതാന്ന് വെച്ചാൽ അത് ചെയ്തേച്ചാൽ മതി. പക്ഷേ നമ്മളിപ്പോൾ ഹെൽത്ത് ഒക്കെ ഒത്തിരി നോക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഈ പോച്ച്ഡ് എഗ്സ് ആണ് ഏറ്റവും നല്ല. അത്രയും എണ്ണയില്ലാതെ നമുക്ക് അതിന് വൈറ്റ് ആണെങ്കിൽ വൈറ്റ് മാത്രം മതി. ഇല്ലേലുണ്ടല്ലോ നമ്മുടെ ഒരു ചെറിയ പാത്രം വല്ലതും ഉണ്ടേൽ, അതായത് 2 സൈഡും ഹോൾ സിലിണ്ടറിക്കൽ ടൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നടുക്ക് വെച്ചേച്ച് ഈ മുട്ട നടുക്കോട്ട് ഒഴിച്ചേച്ചാലും മതി. ആ വേൾപൂൾ ഒന്ന് കൈവാക്കില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഏതായാലും നമ്മുടെ കൈവാക്ക് ഏതാ വെച്ചാൽ അത് ചെയ്താൽ മതി. വെള്ളം നല്ലതായിട്ട് തിളച്ചു. നമുക്ക് വീട്ടമ്മമാരൊക്കെ, നമ്മൾ വലിയ ഷെഫ് അങ്ങനത്തെ ഒന്നും ആൾക്കാരല്ല, നമ്മൾ സാധാ വീട്ടമ്മമാരല്ലേ. അന്നേരം വലിയ വലിയ ഷെഫ്സ് ആന്നേൽ ഇതിങ്ങനെ പൊട്ടിച്ചേച്ചിൻ്റെ നടുക്കോട്ടൊക്കെ ഒഴിക്കാൻ കൈവാക്കായിരിക്കും. പക്ഷേ എനിക്ക് ഒക്കുകയല്ല. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തെന്നറിയാവോ, നമ്മുടെ വീട്ടിലെല്ലാം ഇല്ലേ ഇങ്ങനത്തെ ഒരു തവിയ,
അന്നേരം അതിനകത്തോട്ട് ആദ്യം നമുക്ക് ഈ മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം. വേണേ തവിയേല ഒരു ഇച്ചിരി എണ്ണ തൂത്തോ. ഉണ്ണി പോവരുത്, അത് മാത്രമേ ഉള്ളൂ കണ്ടീഷൻ. അന്നേച്ച് ഈ ഒരു സ്പൂൺ വെച്ച് ഇതിനെ ഒന്ന് വട്ടം കറക്കുക. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. അതായത് മൊത്തം ഉണ്ണിയേൽ കോട്ടാവുകയില്ല, പക്ഷേ എന്നാൽ ഇച്ചിരി ഉണ്ണി ഒന്ന് ഇച്ചിരി വേവുകയും വേണം. അല്ലെന്നുണ്ടേൽ നമുക്കത് പൊട്ടിപ്പോവും. അതല്ല നമുക്ക് നല്ല കൈവാക്കാന്നേൽ ഇത് പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അത് സ്ട്രെയിറ്റ് അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ഒരു തണുത്ത വെള്ളത്തിലോട്ട് ഇടുവാന്നേൽ ആ ഉണ്ണിയും മുട്ടയും എല്ലാം കൂടെ ഒരു ഇച്ചിരി ഒന്ന് കട്ടിയാവും. അന്നേരത്തേക്ക് ഒന്ന് കട്ടിയായി കഴിയുമ്പോഴത്തേക്ക് നേരെ ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയാൽ മതി. ഇതേപോലെ നമ്മൾ ഓരോന്നായിട്ട് ചെയ്യാം. ഇപ്പം ഞാനൊരു 5-6 മുട്ട ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ തീ അങ്ങോട്ട് ഓഫ് ചെയ്തേച്ച് ഈ മുട്ട ഐസ് വാട്ടറിലായിട്ടേക്കുന്നത് ഇതിനെ സ്ലോലി, അതായത് നമ്മൾ ഒത്തിരി സൂക്ഷിക്കണം, സ്ലോലി ഈ വെള്ളം മുഴുവൻ പോകാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റണേ. അത് ഒത്തിരി ബഹളം കൂട്ടിയൊന്നും ചെയ്യരുത്, ഓരോന്നായിട്ട് എടുത്തേച്ച് വേണം. പിന്നെ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വറക്കാനുള്ള കാര്യങ്ങളാണ്. അതിന് ഫസ്റ്റ് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഹാം ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് ഉപ്പും കുരുമുളകും ഇട്ടേച്ച് ഒന്ന് മുറിച്ചെടുക്കണം. അത് മാത്രമേ ഉള്ളൂ. അത് എങ്ങനെ ഏത് ഷേപ്പിന് വേണേലും നമുക്ക് മുറിച്ചെടുക്കാം. ഇന്ന ഷേപ്പ് വേണം എന്നൊന്നുമില്ല. ഞാൻ ആദ്യം ഒന്ന് പാൻ വെക്കട്ടെ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ചും ആ ഹാം ഒന്ന് വറുത്തെടുക്കണം. അതായത് നമ്മൾ ഈ ചിക്കൻ ടിക്കായൊക്കെ വറക്കുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇച്ചിരി മുരിഞ്ഞ് വരണേ, അതെത്രയേ ഉള്ളൂ. ഇതിനെ ഒരു 3-4 എണ്ണം എടുത്ത് മേലെ വെച്ചേച്ചാൽ മതി. ഇതിനെ ഒരു ഇച്ചിരി സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ച് ഇതിനെ ഇനി നമുക്ക് ഈ എണ്ണയിൽ ഒന്നിട്ട് വറുക്കാം. ഇതിനകത്തോട്ട് വറുക്കാൻ ഇടുമ്പോഴത്തേന് ഒരു ഇച്ചിരി കുരുമുളകും ഉപ്പും കൂടി ഇട്ടേക്കുക, ഇതിനാവശ്യമുള്ളത് മാത്രം. ഇത് ശരിക്കും എന്നാത്തിനാന്ന് അറിയാവോ, നമ്മുടെ സാലഡ് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ മുട്ടയുടെ കൂടെ കൊടുക്കാനുള്ള സാലഡില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാനുള്ളതാണ്. അന്നേരം ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ്, ഒത്തിരി വേണ്ട, ഈ ഹാമിന് വേണ്ടിയിട്ടുള്ള ഒരു ഇച്ചിരി ഉപ്പ്. മാത്രമല്ല നമ്മൾ സാലഡ് ചേർക്കുമ്പോഴത്തേന് അതിനകത്ത് ഒരു ഇച്ചിരി ഉപ്പും കുരുമുളകും ഇടും. ഇതിനെ ഒന്ന് മൊരിച്ചെടുക്കണം. ഇത് ഒത്തിരി തിൻ സ്ലൈസ് ആയതുകൊണ്ട് ഒത്തിരി വേവ് കാണുകയല്ല. എന്നാലും ഹാമിന് ബേക്കണിന് കുറച്ച് ഒരു വേവ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി അടച്ചിട്ടേച്ചാൽ അത് ഇച്ചിരി വേവുകയും ചെയ്യും. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ അത് മുരിഞ്ഞ് വരികയും ചെയ്യും. വലിയ തീയൊന്നും ഇടരുത്. അതിന് ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇത് എങ്ങനെ അടുത്ത ചെയ്യേണ്ടതെന്ന് നോക്കാവേ. ഒന്നിനകത്ത് നമുക്കൊരു ബ്രെഡ് ക്രംസ് ഇടുക. നെക്സ്റ്റ് പ്ലേറ്റിനകത്തോട്ട് ഒരു ഇച്ചിരി മൈദ. രണ്ടിനകത്തും കുറേശ്ശെ ഉപ്പും കുരുമുളകും വേണം.
ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബേക്കൺ ഒന്ന് നോക്കിക്കോണം, അത് മൊരിയാൻ തുടങ്ങും, അതിനിച്ചിരി വേവുണ്ട്, ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചേച്ചാൽ മതി കേട്ടോ. ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നെക്സ്റ്റ് നമ്മൾ ഇനി കട്ട്ലേറ്റ് ചെയ്യുന്ന കൂട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്നാ വേണ്ടേ, 2 മുട്ട എടുത്തേച്ചാൽ അതും കൂടെ ഒന്ന് അടിക്കണം. അടിച്ചേച്ചാന്നു നമ്മൾ ഈ എന്നെ മിക്സ് ചെയ്ത് കോട്ട് ചെയ്ത് വെക്കാൻ പോകുന്നത്. അന്നേരം ഒരു മുട്ട കൊണ്ട് എടുത്തോട്ടെ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ് ഇടണേ, ഇച്ചിരി ഉപ്പും ഇച്ചിരി കുരുമുളക് പൊടി. ഇനി ഞാൻ മുട്ട എടുത്തേച്ച് ഇതൊരു ഇച്ചിരി ബ്രൗൺ ആവണേ, ഒത്തിരി അല്ല, ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്ന പരുവം. അത് മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ആ പരുവം കാണിച്ചു തരാവേ, അതനുസരിച്ച് എടുത്തോണം. ഈ മുട്ട ഫസ്റ്റ് നമ്മൾ നമ്മുടെ മൈദയിൽ അല്ലെങ്കിൽ അരിപ്പൊടിയിൽ കോട്ട് ചെയ്യുക. സൂക്ഷിക്കുക എടുക്കുമ്പോൾ. രണ്ട് പ്രാവശ്യം നമ്മൾ നമ്മുടെ മുട്ടയിൽ എഗ് വാഷ്, അതേമീൻ മുട്ടയിൽ 2 പ്രാവശ്യം മുക്കണം. അല്ല നൊണ്ടയിലുണ്ടല്ലോ ആ എല്ലാ ബ്രെഡ് ക്രംസ് എല്ലാ സ്ഥലത്തും പിടിക്കുകയില്ല. ഇപ്പം കണ്ടില്ലേ, അതൊരു നല്ലൊരു കട്ട്ലേറ്റ് ഷേപ്പ് ആയിട്ടുണ്ട്. ഇതേപോലെ സൂക്ഷിച്ച് ഇത്രയും നമ്മൾ ഇതേമാതിരി തന്നെ കോട്ട് ചെയ്തെടുക്കണം. ഇതിവിടെ ഇരുന്നോട്ടെ. അത് കഴിഞ്ഞേച്ച് എനിക്ക് ഒരു സാലഡും കൂടെ ചെയ്യാനുണ്ടായിരുന്നു. വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ഹാം ബേക്കൺ ആന്നേൽ കുറച്ചൊരു മൂത്തിട്ടുണ്ട്. വേണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു മൂപ്പാകുമ്പോഴത്തേന് അങ്ങ് ഓഫ് ചെയ്തേച്ചാൽ മതി. അതായത് നമുക്ക് അത് ചവയ്ക്കണം, അത്രേ ഉള്ളൂ വ്യത്യാസം. അത് ഞാൻ ആക്കി വെച്ചേക്കുക. അന്നേരം അത് ഞാൻ ഓഫ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഒരു ബൗളെടുത്ത് സാലഡ് മിക്സ് ചെയ്യുക, ഇത് വറുത്തെടുക്കുക, അത്രയും മാത്രമേ ഉള്ളൂ. ഇനി ആദ്യം ഞാൻ ആ എണ്ണയൊന്ന് ചൂടാവാൻ വെച്ചോട്ടെ. ഇത്രയും മെനക്കെട്ട് ഞാൻ ചുമ്മാ ഇരിക്കാതെ എന്നതേലും മുട്ട വെച്ച് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഒക്കെയല്ല. കാര്യം എന്നാണെന്നറിയാമോ, ഇന്ന് നമ്മളിവിടെ വരാൻ പോകുന്ന ഗസ്റ്റ്, അതായത് ഗസ്റ്റ് എന്നൊന്നും പറയുവാന്നേൽ ഞാൻ പറയുവാന്നേൽ അത് ഭയങ്കര ഫോമലായി പോവും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രശസ്ത നർത്തകിയും അഭിനേത്രിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അഫ്കോഴ്സ് ഷീ ഈസ് ദാറ്റ്, ഷീ ഡിസേർവ്സ് ദാറ്റ്. അല്ലാന്നല്ല, പക്ഷേ ഞാൻ എന്നാ പറയുവാന്നേൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാന്നു. വേറെ ആരും അല്ല കേട്ടോ, ബിന്ദുജയാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ ബിന്ദുജ എന്ന് പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞാനും ബിന്ദുജയും ചിപ്പിയും ഒരേ സമയത്താന്നു ഫീൽഡിലേക്ക് വന്നത്. എൻട്രി ടു ദ ഫിലിം ഇൻഡസ്ട്രി ഞങ്ങൾ 3 പേരും ഒരുമിച്ചായിരുന്നു. എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരുപോലെ തന്നെയാണ്, ഒരേ വർഷം ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസമല്ലാതെ വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് പോയത് പോലും. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒത്തിരി നാളുകൾക്ക് ശേഷം ഞാൻ കാണുക. ഈ പറഞ്ഞുകൂട്ട് എൻ്റെ കൂട്ടുകാരി വരുമ്പോഴത്തേന് ഞാൻ ഈ പറഞ്ഞുകൂട്ട് എന്നതേലും ഉഴപ്പ് ചെയ്യാൻ നോക്കുമോ, ഒക്കെ അല്ലല്ലോ. അന്നേരം ഇച്ചിരി സ്പെഷ്യലായിട്ട് എന്നേലും ഒക്കെ കൊടുക്കണ്ടേ. അത് മാത്രമല്ല, ഇപ്പം ബിന്ദുജ ഈ നമ്മുടെ നാട്ടിലല്ല കേട്ടോ, എബ്രോഡാന്നു. അപ്പോൾ അവിടുത്തെ വിശേഷമൊക്കെ അവിടുത്തെ ഭക്ഷണകാര്യമൊക്കെ നമുക്ക് ബിന്ദുജയോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇതൊന്ന് തീർത്താലല്ലേ ഒക്കത്തുള്ളൂ. കണ്ടില്ലേ എന്നാ കോലമാണ് അടുക്കള. ഇച്ചിരി ഒന്ന് എണ്ണ ഒഴിച്ചോട്ടെ. എല്ലാം കൊണ്ട് അതിനാ സിങ്കിനകത്ത് ഇട്ടേക്കുക. കാര്യം എന്നാണെന്നറിയാവോ, ലാസ്റ്റ് നമുക്ക് കഴുകാമല്ലോ, അല്ലെങ്കിൽ ഇവിടെ അങ്ങ് മൊത്തം അങ്ങ് മെസ്സപ്പാവേ. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാലഡ് മിക്സിംഗ് ആയിരുന്നു. അതിനാന്നു വേണ്ടിയ സാധനങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ചെറിയ ഉള്ളി, മസ്റ്റർഡ് പേസ്റ്റ്, അത്രയൊക്കെ ഉള്ളൂ. അതിനെ ചുമ്മാ ഒന്ന് വിസ്ക് ചെയ്യുക. അന്നേച്ച് ലെറ്റ്യൂസ് ലീവ്സ് ചേർക്കുക, നമ്മുടെ ബേക്കൺ ചേർക്കുക, ഇത്രയേ ഉള്ളൂ. അന്നേച്ച് അതിൻ്റെ പ്രസൻറ്റേഷൻ ഞാൻ പിന്നെ കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സാലഡ് ഡ്രസ്സിങ്. ഫസ്റ്റ് ഇതിനകത്തോട്ട് കുറച്ച് ചെറിയ ഉള്ളി ഇടുക. പിന്നെ വേണ്ടിയത് ഒരിച്ചിരി വിനീഗർ, ഒരിച്ചിരി പുളിക്ക് വേണ്ടി മാത്രമാണേ. അന്നേച്ച്
ഒരിച്ചിരി മസ്റ്റേർഡ് പേസ്റ്റ്, അതൊരു 1.5 അല്ല ഓൾമോസ്റ്റ് 2 ടീസ്പൂൺ ഇട്ടോളൂ. പിന്നെ അന്നേൽ ഒരിച്ചിരി കുരുമുളക് പൊടിയും ഒരിച്ചിരി ഉപ്പും കൂടെ ഇട്ടേച്ച് ഇത് നല്ലതായിട്ടൊന്ന് വിസ്ക് ചെയ്യണം, അതായത് മിക്സ് ചെയ്യണം അത് കംപ്ലീറ്റ് ആയിട്ട്. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി ഒലീവ് ഓയിൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ ഒരു ഇച്ചിരി സോഫ്റ്റ് ആക്കണേ, അത്രേ ഉള്ളൂ. ഒലീവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ ആക്കണ്ട, നമുക്ക് വെജിറ്റബിൾ ഓയിലായാലും മതി. ഇനിയാണ് കുറച്ച് ലെറ്റീസും കൂടി ഇതിനകത്തോട്ട് അരിഞ്ഞിടണം. മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുരിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ബേക്കണും കൂടെ ചേർക്കുക. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ലെറ്റ്യൂസ് ആവശ്യമുണ്ടെങ്കിൽ ഇടാം കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ എണ്ണ നല്ലതായിട്ട് ചൂടായി, ഈ എണ്ണയിലോട്ട് നമ്മൾ ഈ മുട്ട ഇടുമ്പത്തേന് നമ്മൾ ആ പാനിൽ നിന്ന് എങ്ങനെയാണ് എടുത്തതെന്ന് വെച്ചാൽ അതേപോലെ തന്നെ തിരിച്ചിടണം. അതായത് നമ്മുടെ ആ തവിയയിൽ വെച്ചേച്ച് എണ്ണ നല്ലതായിട്ട് ചൂടായതിന് ശേഷമേ ഇടാവുള്ളൂ. അതെല്ലാം എന്നാ പറയുന്ന കാര്യം എന്നാന്നോ, ഉണ്ണിയെ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും മെനക്കെട്ടേച്ച് ഓരോ ഇതല്ലാതായിപ്പോവും. അതുകൊണ്ട് ആ തവിയെ വെച്ച് തന്നെ എണ്ണ നല്ല ചൂടായതിനു ശേഷമേ ഇതിനകത്തോട്ട് വെക്കാവുള്ളൂ. പെട്ടെന്ന് അത് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇതിനകത്ത് ഇനി എന്നാ വേവാനിരിക്കുന്നത്, എല്ലാം എന്ത് സാധനം തന്നെയാണ്. പിന്നെ വേവാത്തത് എന്നാ പറയുന്നത്, നമ്മൾ ആ മുട്ടയിലൊന്ന് കോട്ട് ചെയ്തതും നമ്മുടെ ആ മൈദ കോട്ടിങ്ങും മാത്രമേ ഉള്ളൂ. അതിപ്പോൾ എന്നാ ഇത്രയും ചൂടായിട്ട് എണ്ണയിൽ വേവാൻ അധികം നേരമൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടത്, ഈ ഇതെടുത്ത് നമ്മുടെ ആ തവിയയിൽ വെച്ചേച്ച് എണ്ണയിലോട്ട് ഇടാം. പിന്നെ പതുക്കെ എടുക്കുക. അഥവാ നമ്മൾ ഈ ചെയ്ത് വെച്ചേക്കുന്ന സമയത്ത് ഇത് കുറച്ച് വെറ്റായെന്ന് വെച്ചാൽ ഇച്ചിരിയും കൂടെ ബ്രെഡ് ക്രംസ് ഇട്ടേച്ച് ഇതിനകത്തോട്ട് വെച്ചാൽ മതി. ഞാൻ ഇങ്ങനെ തന്നെയാന്നു വെള്ളത്തിൽ നിന്ന് എടുത്തത്, അതേ കൂട്ട് തന്നെ ഞാൻ തിരിച്ച് എണ്ണയിലോട്ട് വെക്കുക. പിന്നെ ഇതിനുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 1 at a time, അതായത് ഒന്ന് ഇട്ട് പതുക്കെ എടുക്കാനേ ഒക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഞാനത് പ്രസൻറ്റ് ചെയ്ത് വെച്ച് കാണിക്കാമെന്ന്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ആ ലെമണേഡും കൂടെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ആ സാലഡ് വെച്ച് അതിൻ്റെ മേളിൽ ജസ്റ്റ് ആ ഫ്രൈഡ് എഗ്സ് വെച്ചു. പിന്നെ അന്നേൽ ഇച്ചിരി ബ്രെഡ് ടോസ്റ്റ് ചെയ്ത്, അതായത് ഗ്രില്ല് ചെയ്ത് ഇതിനകത്ത് വെച്ചേക്കുക. ഗാർലിക് ബ്രെഡാണ് ഇതിൻ്റെ കൂടെ ബെസ്റ്റ് സ്യൂട്ടിങ്. അന്നേരം ഇതാണ് പ്രസന്റ് ചെയ്യേണ്ടത്. അതല്ല നമ്മൾ ചുമ്മാ ബ്രെഡ് കഴിക്കാൻ അന്നേരം അങ്ങനെ ആവാം കേട്ടോ. ഇത് എന്നെ നിൽക്കുന്ന കുറെ നേരമല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞു വെച്ച് നീ അനങ്ങാതെ നിൽക്കുന്ന, നീ എന്നെ സ്പെഷ്യൽ ആയിട്ട് വിളിക്കും. ആയിക്കോ ഇതിനെ ഇതിനെ ഒന്ന് സ്പെഷ്യലായിട്ട് വിളിക്കാൻ ഒക്കെയല്ല. ബിന്ദു ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരുപാട് ഫോർമാലിറ്റി ഉള്ളതല്ല, അല്ലേ? ഈ പറഞ്ഞ കൂട്ട് ഭയങ്കര ആൾക്കാരെയൊക്കെ വെൽക്കം ചെയ്യുന്ന പോലെ എനിക്ക് ഞാൻ വിചാരിച്ചു എന്റെ ഒരു ഫോർമാറ്റ് അങ്ങനെയല്ലേ വെൽക്കം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വിളിക്കും എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാമെന്ന്. വെരി ഗുഡ്. അപ്പൊ അതൊരു സന്തോഷം എനിക്ക്. അങ്ങനെ തന്നെ പണ്ടത്തെ മാതിരി തന്നെയാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായില്ലേ. ഞാനും ബിന്ദുജയും തമ്മിൽ അങ്ങനെയായിരുന്നു. പിന്നെ ഈ പറഞ്ഞ കൂട്ട് ഞാന് ബിന്ദുജ ചിപ്പി നമ്മൾ 3 പേരും ഒരേ കാലയളവിൽ നമ്മൾ ഇൻഡസ്ട്രിയിൽ വന്നു. ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇച്ചിരി വ്യത്യാസമേ ഉള്ളൂ, ഒരേപോലെ വീടിനകത്ത് കയറുകയും ചെയ്തു. അന്നേച്ച് ഈ 18 years കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ചിപ്പി കുറച്ചുകൂടെ മുന്നേ വന്നെന്ന് തോന്നുന്നേ. ഞാൻ ഇവിടെ ഏകദേശം ഞാൻ പക്ഷെ അടുക്കളയിൽ നിന്ന് നേരെ എല്ലാ പ്രേക്ഷകരുടെ അടുക്കളയിലേക്ക് വന്നു. പക്ഷെ ഇത് ബിന്ദുജ അങ്ങനെയല്ല, നേരെ ബിഗ് സ്ക്രീനിലേക്കാണ് പോയത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നീ ബിഗ് സ്ക്രീനിലേക്ക് വന്നത് ഒന്ന് പറഞ്ഞേ. ആക്ച്വലി 2 സീനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനത് ചെയ്യണോ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. സോ ഷൈൻ്റെ ഒരു നിർബന്ധമായിരുന്നു. ഷൈൻ ശരിക്കും ഇൻഫാക്ട് 1 മാസം അന്വേഷിച്ച് നടന്നു എൻ്റെ പ്രോപ്പർ നമ്പറിന് കിട്ടാൻ. അപ്പം എന്നെ കൺവിൻസ് ചെയ്തത് മുഴുവൻ ഷൈനാണ്. അപ്പം പിന്നെ വന്ന ഫീഡ്ബാക്സ് ഒക്കെ എനിക്ക് ഭയങ്കര വെരി മച്ച്. ശരിക്കും നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴല്ലോ, ശരിക്കും മോൾ അവിടെ നിൽക്കണേ 5 മിനിറ്റ് ഇങ്ങോട്ട് നിന്ന് നോക്കിയേ, നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള ഫീലിംഗ് ഇല്ലേ. പക്ഷെ ഇങ്ങോട്ട് നിൽക്കുമ്പോ അമ്മമാരായിട്ട് തോന്നും.
നമ്മുടെ സ്റ്റേജ് പോയി. അല്ല പക്ഷെ എനിക്ക് ഒരു സന്തോഷം എന്ന് പറയുന്നത് നേഹയ്ക്ക് ഭയങ്കര ചമ്മലാണ് എന്റെ കൂടെ പുറത്ത് വരാൻ. അപ്പൊ എല്ലാരും ചോദിക്കും ഇത്ര വലിയ മോളുണ്ടോ? അപ്പൊ ഞാൻ പറയും നിങ്ങൾ തന്നെ പറയും മോളാണോ? അയ്യോ അമ്മയുടെ മനസ്സ് മനസ്സിലായോ മക്കളെ? വേണ്ടോ. അതെല്ലാം പോട്ടെ, എന്നൊക്കെ ഉണ്ട് വേറെ വിശേഷങ്ങള്? വിശേഷം എന്താ, ഒരു 10ാം ക്ലാസ് കാര്യമാണ്. എന്റെ മൂത്ത മോൻ BBA സെക്കൻഡ് ഇയർ ആയി. പോട്ടെ, എന്നാലും നമുക്ക് ഇങ്ങനെ അല്ല വിശേഷം ശരിക്കും പറഞ്ഞോ ഒരു ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഇപ്പൊ മലേഷ്യയിലായതുകൊണ്ട് ഞാൻ പറയുമായിരുന്നു ഇതിനു മുമ്പേ ഒരു കൊച്ചിന്ന് ഒരു ആർട്ടിസ്റ്റ് വരുന്നതിനേക്കാളും വേഗത്തിൽ എനിക്ക് തിരിച്ചെത്താം. ഓൺലി തിങ് ഇസ് ആ കൺസെപ്റ്റ്, അതായത് ഇന്റർനാഷണലി നമ്മളൊരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് എടുക്കണം എന്നൊഴിച്ചാൽ ബാക്കി നമുക്ക് കുറച്ചുകൂടി അടുത്താണ്. നമ്മൾ എപ്പോഴും വേഗം എത്താനും ഒക്കെ പറ്റും. പിന്നെ അതുകൊണ്ട് തന്നെ വീട്ടിലെല്ലാ കാര്യത്തിനും ഓടിയെത്താൻ പറ്റും. അതൊരു ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആണ് ഇപ്പൊ മലേഷ്യയിലായതുകൊണ്ട്. അതുകൊണ്ട് കുറെ നല്ല പ്രോജക്ട്സ് എനിക്ക് ചെയ്യാൻ സാധിച്ചു. ഇത്രയുള്ള വിശേഷം നിനക്ക്? ഞാനൊരു ചെറിയ വിശേഷം അറിഞ്ഞു. എന്താ? നീ എന്നത്തിനാ അത് ഹൈഡ് ചെയ്യുന്നേ? അതിനിപ്പോ നമുക്ക് ഇവിടെ ഇരുന്ന് പറയാൻ ഒക്കുകയല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് വർത്താനം പറയാം. പക്ഷെ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും, ഈ ഷോയിലായിരിക്കും നീ അത് പറയുന്നതും. അത് സസ്പെൻസ് ഇട്ട്. ശരി, ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അവിടെ പോയിരിക്കാം. എനിക്ക് സത്യം പറഞ്ഞ ഇവിടെ കണ്ടു വാർത്ത അവിടെ കൊണ്ടുവയ്ക്കും. അല്ല അവിടെ കൊണ്ടുവയ്ക്കും, ഞാൻ കൊണ്ടുവരാം. അങ്ങനെ ഇങ്ങനെയാണല്ലേ? അപ്പൊ ഞാൻ ആദ്യം പോവാം. എനിക്ക് കഴിക്കാനുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കി. ഓ എന്ത് സ്വഭാവം മാറുകയല്ലേ അല്ലേ? ധൈര്യമായിട്ട് കഴിക്കട്ടെ നേഹ. പേടിയുണ്ടോ കുഞ്ഞിനെ? ഞാൻ കുറച്ചൊക്കെ പേടിപ്പിച്ചിട്ടുണ്ട്. നിന്റെ ഭക്ഷണം എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. എന്റെ അമ്മയെക്കാട്ടിൽ എന്തായാലും നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. അമ്മ എന്നാക്ക നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുന്നേ. അതെ, ഇതെല്ലാം വിശേഷം ചോദിക്കട്ടെ. 5 മിനിറ്റ് മിണ്ടരുത്, കൊച്ചിനോടൊന്ന് വർത്താനം പറയട്ടെ. എന്നാ ഉണ്ട് മോളെ വിശേഷം പറഞ്ഞേ? ആദ്യം പേര് ചോദിക്കട്ടെ. എനിക്കറിയാമെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്കൊന്നും അറിയാൻ മേലല്ലോ. പേര് പറഞ്ഞേ. നേഹ. നേഹ. അമ്മയോടെ കുറെ നാളായിട്ട് അമ്മയെ കാണുവാന്നേ. അന്നേരം അവിടെ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, വർത്താനം തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് ഫ്രണ്ട്സായി മാറും. അതിന്റെ ഇടയിൽ അമ്മയും മോളും ഒക്കെ മറന്നു പോകും. അതുകൊണ്ട് പറ്റിപ്പോയത് കേട്ടോ. ഒരുപാട് നേരം വർത്താനം പറഞ്ഞു പോയി. അത് വേണമെന്ന് വെച്ച് പറഞ്ഞല്ല, ഇങ്ങനെ വന്നു പോയതാ. അതുകൊണ്ടാണ്. അപ്പൊ എന്നാന്നറിയോ എടോ, തന്നോട് ഞാൻ വിശേഷം ചോദിച്ചു. വിശേഷം ഇല്ലേ? അതെന്നാ വിശേഷം? എനിക്കറിയാം, പക്ഷെ നീ ഒന്ന് പറയാവോ? നമുക്കറിയാം. എനിക്കറിയാം. അറിയാം. കണ്ടോ? എനിക്കറിയാം. അമ്മയ്ക്ക് എന്താ അറിയാത്ത? വിനി വിശേഷം. ഇനി വിശേഷം ഒന്നുമില്ലടാ, സുഖമായിരിക്കുന്നു, അത്ര തന്നെ. മക്കള് പറയൂ. അമ്മ മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടറേറ്റ് എടുത്തു. അതാണോ? കുഞ്ഞെ നീ ഔട്ട് ഓഫ് ക്യാമറ പറയാവുന്ന വിശേഷം സാരമില്ല, ഇവിടെ പറഞ്ഞാൽ ഈ അടുക്കളയിൽ നിന്ന് വേണം വിവരം ലോകം മുഴുവൻ അറിയാൻ. അത് കറക്റ്റ്. ഞാൻ ഡോക്ടറേറ്റ് എടുത്തതിന് ശേഷം ഫസ്റ്റ് കണ്ടോ? അപ്പൊ എനിക്ക് ആ ക്രെഡിറ്റ്. അതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞേ, എങ്ങനെ കിട്ടിയേ, എന്താ ചെയ്തേ? ഞാൻ മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ 2009 രജിസ്റ്റർ ചെയ്തു PhDക്ക് വേണ്ടിയിട്ട്. MA മ്യൂസിക് ആണ് എടുത്തതെന്ന് ഐ തിങ്ക് യു നോ ഇറ്റ്. അപ്പം അതൊരു ഇരൈമൻ തമ്പിയുടെ അഭിനയ പ്രധാന കോമ്പോസിഷൻസ്. ഇരൈമൻ തമ്പി അറിയാമല്ലോ. ഞാൻ വെച്ച് നിനക്ക് അറിഞ്ഞൂടാ നിന്റെ എക്സ്പ്രഷൻ പറഞ്ഞേ, ബാക്കി പറഞ്ഞേ. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ സ്വാതി തിരുനാളിന് കിട്ടിയ അത്രയും പ്രാതിനിധ്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അപ്പം ഞാനൊരു അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇവന്റിന് വേണ്ടി കളിക്കാൻ നോക്കുമ്പോഴാണ് കളിച്ച ഐറ്റംസ് കളിക്കേണ്ട എന്ന് വിചാരിച്ച് ഞാൻ പുതിയ ഐറ്റംസ് ഒന്ന് കൊറിയോഗ്രാഫി ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോഴാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ പൊതുവേ ഒരു ധാരണയുണ്ട് അദ്ദേഹത്തിൻ്റെ ഐറ്റംസ് ഓൺലി സ്ലോ മോഷനാണ്, മോഹിനിയാട്ടത്തിന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് തിരുത്തണം എന്ന് തോന്നി. അങ്ങനെ അമ്മയുടെ അടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്ത് ഇത് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാൻ പോയിട്ട് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ 2 ഡോക്ടർ ലക്ഷ്മി പൊതുവാളും ഡോക്ടർ ലതാ വർമ്മ, അങ്ങനെ 2 പേരായിരുന്നു ഗൈഡ് ചെയ്യാനുണ്ടായിരുന്നത്. ശരിക്കും എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് മലയാളികൾ കേരളൈറ്റ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കമ്പോസേഴ്സിനെ ആരും പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ ട്രിനിറ്റീസ് എന്ന് പറയും, ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രി, അവരെ 3 പേരാണ് ട്രിനിറ്റീസ് എന്ന് പറയുന്നത്. അവരെ നമ്മൾ മലയാളികൾ എല്ലാ കോമ്പോസിഷൻസും ഇത് ക്ലാസിക്കൽ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ പഠിക്കും. പക്ഷെ ഇത് ചിലപ്പോൾ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന മാതിരി എപ്പോഴും നമ്മൾ വിട്ടുപോകും. പിന്നെ ഒരു വലിയ ഫാക്ടർ തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു, ഞാൻ കേരളത്തിൽ ജീവിക്കുന്ന മലയാളിയായിട്ടുള്ള തിരുവനന്തപുരത്ത് ഇരൈമൻ തമ്പി അദ്ദേഹം ജീവിച്ചിരിക്കുന്ന അതേ സ്ഥലത്ത് ഞാൻ താമസിക്കുമ്പോൾ എനിക്ക് ഡേറ്റ കളക്ഷൻ കുറച്ചുകൂടി ഈസിയാണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഒട്ടും ഡേറ്റ ഉണ്ടായിരുന്നില്ല.
അപ്പോൾ ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും എന്നാൽ കഴിയുന്ന ഒരു രീതിയിലുള്ള ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു സ്റ്റെപ്പ്. അപ്പൊ അവർക്ക് അവരുടെ കോമ്പോസിഷൻസ് മനസ്സിലാക്കാനും ശരിക്കും പറഞ്ഞാൽ ഭരതനാട്യം കുച്ചിപ്പുടി കുറച്ചുകൂടെ സ്പീഡ് കൂടുതലാണ് കമ്പയർഡ് ടു മോഹിനിയാട്ടം. അപ്പൊ പലർക്കും ഒരു ധാരണയുണ്ട് ഇത് അങ്ങനെ കളിക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഒന്ന് തിരുത്തണമെന്ന് തോന്നി. അപ്പൊ ശരിക്കും നല്ലോണം വർക്ക് ചെയ്തൊരു ഓൾമോസ്റ്റ് 7 years+ ആയിരുന്നു. അപ്പൊ അത് ചെയ്തു. ഇപ്പൊ വന്നത് ആക്ച്വലി ഇപ്രാവശ്യം വന്നത് വൈവേഡ ഇതിന് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു. ഒരുവിധം ഭംഗിയായിട്ട് എല്ലാം നടന്നു. അപ്പൊ അങ്ങനെ എനിക്ക് ഡോക്ടറേറ്റ് എന്നുള്ള പദത്തിനേക്കാളും എനിക്ക് സിൻസിയർലി എനിക്ക് പറയാൻ തോന്നുന്നത് എന്താ വെച്ചാൽ നമുക്ക് എന്തോ ഒന്ന് സാധിച്ചു എന്നാൽ കഴിയുന്ന ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ്. അതാണ് എനിക്ക് ശരിക്കും പറഞ്ഞ സന്തോഷം. കാരണം കുറേ കോമ്പോസിഷൻസ് പഠിക്കാൻ പറ്റി, അത് കമ്പോസ് ചെയ്യാൻ പറ്റി. പിന്നെ അമ്മയായിരുന്നെങ്കിൽ അമ്മ ചിട്ടയായിട്ട് പറഞ്ഞു ഇതിനകത്ത് ഞാൻ ഒരു 1% പോലും കൈ അടത്തില്ല. ഇല്ല. സോ യു ഹാവ് ടു, ബിക്കോസ് അതൊരു നമ്മുടെ തന്നെ സ്വയം പെയിൻ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒരു സന്തോഷം. ഇപ്പം എനിക്ക് കുറച്ചുകൂടി, അന്നൊക്കെ എനിക്ക് ദേഷ്യപ്പെടുമായിരുന്നു, എന്താ ഇത് അമ്മ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ ദേഷ്യം വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോ ശരിയാണ്. അപ്പൊ നമുക്ക് സ്വയം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു നമ്മൾ ആര് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസറബിൾ ആണ്, ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റും. പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ ഒരു ഉറപ്പായിട്ടാ ബന്ധിച്ച, ശരിക്കും എനിക്ക് ഡോക്ടറേറ്റ് കിട്ടി. ഐ എം ഹാപ്പി ടു ദാറ്റ് ആൻഡ് ഐ ഷുഡ് അപ്രിഷിയേറ്റ് യു. പക്ഷേ ഇതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് കൊടുക്കാനാ തോന്നുന്നു. സോ 101% ക്രെഡിറ്റും അമ്മയ്ക്കാണോ? ശരിക്കും ഇത്രയും നീ ഇപ്പൊ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡാൻസിനോട് പറഞ്ഞേ. പക്ഷെ കുഞ്ഞുനാളിൽ നമ്മൾ ആദ്യം ഫിലിമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പഠിക്കാൻ വിളിച്ചാല് വരുവേല, നീ ഡാൻസ് പഠിക്കാൻ വിളിച്ചാൽ വരുവേല. പക്ഷെ അമ്മ കളിക്കുന്നതും കണ്ടിട്ട് നീ ചുമ്മാ ഇമിറ്റേറ്റ് ചെയ്താ പഠിച്ചാൽ സത്യം തന്നെയാണ്. കാരണം അമ്മയുടെ സ്വഭാവം അങ്ങനെയാണ്. നമ്മളങ്ങനെ ക്ലാസ്സിൽ കയറുമ്പം എപ്പോഴാണ് കോല എവിടത്തെ സൈഡിൽ കൂടെയാണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റൂല. പിന്നെ എപ്പോഴും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. അതായത് പറഞ്ഞാൽ ഈ ചിലപ്പോൾ അമ്മയും അല്ലെങ്കിൽ അമ്മയുടെ ചുറ്റുവട്ടത്തിലെ അമ്മയുടെ സീനിയർ മോസ്റ്റ് ആൾക്കാരും വിമലാ മേനോന്റെ രീതിയിൽ ആ വയസ്സിൽ വെച്ചിട്ടാണ് എന്നെ കമ്പയർ ചെയ്യണത്, എവിടെ നമ്മൾ എത്താനാണ്. സോ അതുകൊണ്ട് നേഹയ്ക്ക് ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേഹ അടുത്ത് യു ഷുഡ് ആക്ച്വലി എൻജോയ്. എൻ്റെ കൂടെ ഇപ്പോൾ എത്ര കൊല്ലം നമുക്ക് ഒരു പെൺകുട്ടിയാണ്, എത്ര കൊല്ലം എൻ്റെ കൂടെ ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല, അവളുടെ കരിയർ എന്താണെന്നും കൂടി നമുക്കറിയില്ല. പക്ഷെ ഇരിക്കുന്നിടത്തോളം കാലം കലാപരമായിട്ടുള്ള എല്ലാ കാര്യത്തിലും എൻജോയ് ചെയ്യുക. ഈച്ച് ആൻഡ് എവറി മൂമെന്റ് തിരുത്താനുള്ള കാര്യങ്ങൾ തിരുത്തി അങ്ങനെ എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. അവർക്ക് ഇഷ്ടമായിരുന്നു ഡാൻസ്? അത് ഞാൻ ആകെ തീരുമാനിച്ച ഒരു കാര്യമായിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിൽ സത്യം പറഞ്ഞ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി തന്നെ വേണമെന്ന്. അങ്ങ് ഭയങ്കര ആഗ്രഹമായിരുന്നു. ദൈവം സഹായിച്ചു പെൺകുട്ടി തന്നെ കിട്ടി. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു അവൾക്ക് ഡാൻസിനോട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, അല്ല ഞാൻ ക്ലാസ് എടുക്കില്ല എന്ന് തീരുമാനിച്ചു. പിന്നെ നോക്കിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്, ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. ഏതാ മോക്ക് ഇഷ്ടം? ഭരതനാട്യം, കുച്ചിപ്പുടിയോ, മോഹിനിയാട്ടോ? അങ്ങനെ കുച്ചിപ്പുടി ഇതുവരെ പഠിച്ചില്ല. അപ്പൊ ഇപ്പൊ ഏതാ പഠിച്ചേ? മോഹിനിയാട്ടം തുടങ്ങി. ഓക്കെ. പാട്ടൊക്കെ ഗോയിങ് ഓൺ, പഠിക്കുന്നുണ്ട്. അല്ല, പാട്ടിനേക്കാളും ഡാൻസിനാണ് എനിക്ക് ഇഷ്ടം കാണിക്കും. പക്ഷെ ഒരു ഡാൻസർക്ക് ഒരു ബേസ് നോളജ് വേണം. പറ്റി ആ പാട്ടിനെ പറ്റി ഒരു ഐഡിയ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു കമ്പോസ് ചെയ്യാനോ ഒക്കെ കുറച്ചുകൂടെ ഒരു കഴിവുണ്ടാവുള്ളൂ. ഓക്കെ. അതിപ്പം മെയിൻ ഡാൻസുകളുടെ മെയിൻ കാര്യങ്ങളാണ് ചോദിച്ചത്, അതെല്ലാം പോട്ടെ. ഇപ്പൊ നീ പുതിയൊരു നാട്ടിലേക്കല്ല ചെന്ന് മലേഷ്യയിലേക്ക് ചെല്ലുമ്പോൾ മലേഷ്യൻ ഫുഡ്സ് എന്ന് പറയുന്നത് എന്തുവാ? ബേസിക്കലി റൈസ് തന്നെയാണ്. എനി ടൈം റൈസ് ആണ്. നമ്മൾ ദോശ, ഇഡ്ഡലി നമുക്ക് പറഞ്ഞാൽ ഏത് നേരവും കഴിക്കാമെന്ന് പറയുന്ന മാതിരി അവർ ഏത് നേരവും കഴിക്കുന്നത് റൈസാണ്. രാവിലെ നാസിലമ്മ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, എനി ടൈം. ചോറ്, സ്റ്റിക്കി റൈസ്, കോക്കനട്ട് മിൽക്കിൽ ഉണ്ടാക്കുന്ന റൈസ്, കുറച്ച് കടല, കുറച്ച് ഉണക്കമീൻ, ഒരു അതൊക്കെ ഡെക്കറേഷൻസ്, ഒരു 2 കഷ്ണം ക്യൂക്കമ്പർ, 2 കഷ്ണം അല്ലെങ്കിൽ ഒരു ചെറിയ സ്മോൾ ടൊമാറ്റോ അല്ല ഓംലെറ്റിന്റെ എന്തെങ്കിലും ഒരെണ്ണം, പിന്നെ ഒരു സമ്പൽ. അതാണ് സമ്പൽ എന്ന് പറഞ്ഞാൽ ഈ മുളകില്ലേ, ചുമന്ന മുളക് നല്ലോണം വറുത്തിട്ട് അതിലേക്ക് ഒരു പേസ്റ്റ് മാതിരി ഉണ്ടാക്കുന്ന, കുറച്ച് 2 ഉള്ളിയും ഒക്കെ ചേർത്തിട്ട് ചെയ്യുന്ന ഒരു സാധനം. പക്ഷെ അത് എനി ടൈം അതിങ്ങനെ പാക്ക് ചെയ്ത് ഇങ്ങനെ എനി ടൈം. നെക്സ്റ്റ് ഓപ്ഷൻ പറാട്ട, റോട്ടി ചനായി. അത് പറാട്ട അല്ല, റോട്ടി ചനായി. നമ്മുടെ കേരള പൊറോട്ട കുഞ്ഞതല്ല, ഇത്തിരി ആന സൈസ് വലുപ്പത്തിലുള്ള. അത് അവിടെ ഉണ്ടല്ലേ ദേശീയ നോൺ വെജ് രാവിലെ മുതൽ. വെജിറ്റേറിയൻസ് കുറവാണ്. വെജിറ്റേറിയൻ നമ്മള് കിട്ടും, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ട്. മലേഷ്യയിൽ നിന്ന് ഫുഡ് എന്താണ് ഉണ്ടാക്കിയെന്ന് ആദ്യം പറയൂ. ഞാൻ പറയാം, ക്രിസ്പി ഫ്രൈഡ് എഗ് ആണ്, അതിന്റെ കൂടെ കുറച്ച് സാലഡ്. അപ്പൊ ഇതെന്താണ്? അത് ചുമ്മാ ഞാൻ അതിനകത്ത് കുറച്ച് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, ബേക്കൺ. അതല്ല ഞാൻ വെച്ചപ്പോ എനിക്ക് തെറ്റിപ്പോയോന്ന് വിചാരിച്ചില്ല. ഇത് ചുമ്മാ മറ്റേത് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ഇത് ധൈര്യമായിട്ട് കഴിക്കാം. ഇത്
എന്റെ പഴയ സ്വഭാവം ഇറക്കരുത് പ്ലീസ്. അപ്പൊ നമുക്ക് കഴിക്കാം അല്ലേ? ഞാനിപ്പോ ഡീസന്റ് ആയിട്ടിരിക്കുക. എടാ ഞാൻ മലേഷ്യക്ക് പോവാണ് അടുത്ത്. വെരി ഗുഡ്. ഇത് കഴിച്ച ജാം എടുത്തപ്പോഴേ എനിക്ക് ആദ്യമേ മനസ്സിലായി വേണ്ട കേട്ടോ കുഞ്ഞാദ്യം കഴിക്കട്ടെ ധൈര്യമായിട്ട്. ഇത്ര പേടി അല്ലല്ല, പക്ഷെ അല്ല എനിക്ക് പേടിയില്ല. കാരണം അമ്മ പറയും, എന്റെ അമ്മ പറയും നിന്റെ കേറ്ററിംഗ് ഒരുപാട് പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. അമ്മയോട് ചോദിച്ചാ പോലെ. അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണോ നീ ചോദ്യം ചോദിച്ചോട്? അത് ആ ധൈര്യത്തിലല്ലേ ഞാൻ വരാൻ തീരുമാനിച്ചത്. ഇതെന്താണ് ഇതിനകത്ത് സാധനം? മുട്ടയാണോ? വേറെ ഒന്നുമില്ല. അതെയോ? അതിന് വേറെ ഒരു എന്താ പറയാ വേർഷനിൽ തന്നേ ഉള്ളൂ. നമ്മൾ എന്നും ശരിക്കും പറഞ്ഞാൽ സ്ക്രാമ്പിൾഡോ അല്ലെങ്കിൽ ഓംലെറ്റോ അങ്ങനെയല്ലേ കഴിക്കുന്നത്. ഇത് ജസ്റ്റ് ഫ്രൈഡ് എഗ്സ് വിത്ത് സാലഡ് കഴിക്കണം. കൊച്ച് ഈസ് ഹാപ്പി. ഹാപ്പിയാ, കാരണം അതിനകത്ത് സാധനം അവർക്ക് നോൺ വെജ് ആ കൂടുതൽ ഇഷ്ടം. നന്നായിട്ടുണ്ട് കേട്ടോ, ശരിക്കും നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് എപ്പാർട്ട് ഓഫ് ജോക്സ് എല്ലാം ഇത് ശരിക്കും നന്നായിട്ടുണ്ട്. മോക്ക് നോൺ വെജിനോടാ കൂടുതൽ ഇഷ്ടം, വെജ് ഇഷ്ടമല്ല? അങ്ങനെയല്ല, വൺസ് ഇൻ എ ബ്ലൂ മൂൺ അത്രയും മതി. വൺസ് ഇൻ എ ബ്ലൂ മൂൺ അല്ല. രാജേഷ് ശബരിമലയ്ക്ക് പോവേ, അപ്പൊ 41 ദിവസത്തെ വ്രതമാണ്. അപ്പം അമ്മേ അച്ഛൻ ഇറങ്ങി, അമ്മേ അച്ഛൻ ഇറങ്ങി. ആദ്യത്തെ തവണ നമ്മൾ വിചാരിച്ചു എന്താ അല്ലേ കുട്ടിക്ക് എന്തൊരു അല്ല ഭക്തി മാത്രമല്ല, നമ്മൾ വിചാരിക്കും കുട്ടി ഇങ്ങനെ കാത്തിരിക്കുക അച്ഛനെ കാണാൻ. ഇറങ്ങിയിട്ട് വേണം അവൾക്ക് നോൺ വെജ് അത് മിക്കടത്തുള്ളതാട്ടോ. അവിടുന്ന് ഒന്ന് ദർശനം കഴിഞ്ഞ് താഴോടൊന്ന് വന്ന് മാല ഊരി കഴിഞ്ഞ് കുളിച്ച അതിനെ പുറത്തോട്ട് വീഴും. അത് തന്നെയാ എല്ലായിടത്തും ഉള്ള സൈക്കോളജി. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോടാ. ഇഷ്ടമായോ? നന്ദി, കഴിക്കും. താങ്ക് യു. ഗുഡ്. ഹോം മേക്കർ ആണെന്ന് മനസ്സിലായി ഇപ്പൊ. അല്ല അല്ലേലും അറിയാം, ബട്ട് സ്റ്റിൽ. എടാ ഞാൻ ശരിക്കും കണ്ടു നിന്നെ കണ്ടപ്പോൾ കുറേ എനിക്ക് ഫസ്റ്റ് ഒരു ഡിഫറൻസ് തോന്നിയെന്നു വെച്ചാൽ നീ പണ്ടത്തേന്നും കുറേ മെച്ചുവേർഡ്. നാച്ചുറലി വിൽ ബിക്കം മെച്ചുവേർഡ്, ബട്ട് സ്റ്റിൽ ഉറച്ചു പറ എന്റെ അമ്മ കേട്ടോ. പണ്ടത്തെ അപ്പൊ എന്തായിരുന്നു അവസ്ഥ എന്ന് ആലോചിച്ച് അത് വെച്ച് ഞാൻ പറയുക, നീ കുറച്ചൊരു മെച്ചുവേർഡ് ആയിരുന്നു. നാച്ചുറൽ ഒരു അമ്മയാകുമ്പം അല്ല, പ്രത്യേകിച്ച് മകൾ അടുത്തിരിക്കുമ്പോ കുറച്ച് മെച്ചുവേർഡ്. ആ ഒരു ഉദ്ദേശത്തിലല്ല ഞാൻ പറഞ്ഞ, അല്ല ബേസിക്കലി ഇച്ചിരി മെച്ചുവേർഡ് ആയിട്ടുണ്ട് ശരിക്കും. പഴയ കാലത്തോട് നമുക്ക് ഇച്ചിരി ഒന്ന് പോയി ചേർട്ടെ. മക്കൾ കഴിച്ചോ? ഞാനും അമ്മയും ഒന്ന് കുറച്ച് റിവൈൻഡ് അടിച്ചിട്ട് വരാം. നീ ഫസ്റ്റ് പവിത്രത്തിലല്ല ചെയ്തേ, അതിന് മുന്നേ നീ ചെയ്തിട്ടുണ്ട്. അതിന് മുൻപേ ഞാൻ പ്രിയദർശനങ്ങളുടെ ഒന്നാം കുന്നിൽ ഒരടിക്കുന്നു. പിന്നെയാണ് ശരിക്കും പത്മരാജൻ അങ്കിള് അമ്മയുടെ എൻ്റെ കൂടെയാണ് മാധു പഠിച്ചത്, അങ്കിളുടെ മകള്, അതായത് ഡാൻസ് ക്ലാസ്സിൽ. അങ്ങനെ അങ്കിൾ ഇതേമാതിരി. പിന്നെ അങ്കിളിന്റെ പടം എന്ന് പറയുന്നത് നമുക്കൊരു പടമല്ല, നമ്മുടെ വീട്ടിൽ പോയിട്ട് എന്തോ ചായ കുടിച്ചിട്ട് വരുന്ന ഒരു എഫക്റ്റ് അല്ലേ. അപ്പൊ അങ്കിളിന്റെ പടം അങ്ങനെ 2 പടം ചെയ്തു. ശരിക്കും പവിത്രമാണ് ഒരു സീരിയസ് ആയിട്ടൊരു സിനിമ ആയിട്ട്. ഇപ്പോൾ രാജേവേട്ടൻ ഒരു സ്റ്റോറി ആദ്യം പറഞ്ഞു തരുകയും ക്യാരക്ടറിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയുകയും ശരിക്കും ടെക്നിക്കലി ആസ്പെക്ട്സ് ഒക്കെ നോക്കുമ്പോൾ സന്തോഷ് ശിവൻ അങ്ങനെയൊക്കെ വലിയ വലിയ ആൾക്കാരുടെ വലിയ ഒരു നീണ്ട നേരം ആർട്ടിസ്റ്റ് സെക്ഷൻ ആണെങ്കിലും ടെക്നിക്കൽ സെക്ഷൻ ആണെങ്കിലും എല്ലാം വലിയ വലിയ ആൾക്കാരാണ് അതിനകത്ത്. ശരിക്കും സിനിമ എന്ന് സീരിയസ് ആയിട്ട് ഞാൻ കാണാൻ തുടങ്ങിയത് പവിത്രമാണ്. ഞാൻ വേറൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പം നീ ബേസിക്കലി ഒരു കലാതിലകം ഒക്കെ ആയിരുന്നു. ഈ നമ്മുടെ ഈ കുറേ പ്രയാസപ്പെട്ട് വരുന്ന കുഞ്ഞുങ്ങളോട് കുറേ കഴിവുകളുള്ള അങ്ങനത്തെ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ എന്നതേലും ഒരു ഇപ്പം ആസ് സച്ച് ഇൻഡിവിജ്വൽ ആയിട്ട് ഞാൻ ഫസ്റ്റ് ആൻസർ ചെയ്യാം. ഇപ്പം കേരള നാട്യ അക്കാഡമി എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എല്ലാ വർഷവും 6 to 8 മാക്സിമം 10 പേരെയാണ് നമ്മൾ ഒരു വിദ്യാരംഭത്തിന് എടുക്കുന്നത്. അതിലൊരു 6 പേരെങ്കിലും അല്ലെങ്കിൽ 6-8 പേരെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് തന്നെയാണ് ഫുൾ പഠിപ്പിക്കുന്നത്. വെരി ഗുഡ്. അത് എല്ലായിടത്തും അവിടെ അതെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എടാ പക്ഷേ ശരിക്കും പറഞ്ഞാൽ സ്പോർട്സിലൊക്കെ നമ്മൾ എന്നതേലൊക്കെ ഇപ്പം സ്കൂളിൽ നിന്ന് തന്നെ പോവാന്ന് വെച്ചോ, പക്ഷേ സ്പോർട്സിൽ നല്ലതായിട്ട് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഇന്ന ജോലി റെയിൽവേയിൽ മറ്റേ പെർഫോമൻസ് ബെസ്റ്റ് ആണെങ്കിൽ റെയിൽവേയിൽ ജോലി, മറ്റേ ജോലി, ഗവൺമെന്റ് ഒരുപാട് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ കലാരംഗത്ത് ഇപ്പം കലാതിലകമായിട്ട് ഇറങ്ങിയ ഒരു കുട്ടി, അല്ലെ PhD എടുത്ത ഒരു കുട്ടി, അല്ലെ ഡോക്ടറേറ്റ് എടുത്ത കുട്ടി, അവർക്കൊന്നും ഒരു അംഗീകാരം കിട്ടാതെ വളരെ കുറവാണ്. ഒന്നും തന്നിട്ടില്ല ഗവൺമെന്റ്. ഒന്നുമില്ല, ആക്ച്വലി ഒന്നുമില്ല. ആകെ കൂടെ പറയാൻ പറ്റുന്നത് നമുക്കൊരു സ്റ്റേറ്റ് സ്കൂൾ കഴിഞ്ഞു കഴിഞ്ഞാൽ കോളേജിലോട്ടുണ്ടാകുന്ന ഒരു എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കലാതിലകമൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഒരു ഇതാണ്. അത് തന്നോട്ട് എൻ്റെ അറിവിൽ അങ്ങനെ ഒരു ഭയങ്കര ഓഫേഴ്സ് ഒന്നുമില്ല. ഒരു ജോലിക്ക് 100% അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ റിയാലിറ്റി ഷോനെ കുറിച്ചൊക്കെ നിനക്ക് എന്നാ അഭിപ്രായം? അതിന്റെ ആ റിയാലിറ്റിയെ കുറിച്ച് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. ഇപ്പം നമ്മൾ ഒരുപാട് കലാകാരന്മാരെ ഇന്ന് കേരളം അറിയുന്നത് റിയാലിറ്റി ഷോ ആണ്. പക്ഷെ അതിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്ന് ഐ ഡോണ്ട് ബിലീവ് ഇൻ ദിസ് SMS ആൻഡ് അതല്ല. ഇപ്പൊ ഞാൻ നിന്നോട് സംസാരിക്കുന്നത് നേരിട്ട് നിന്റെ റിയാക്ഷൻസ് ഞാൻ മനസ്സിലാക്കുന്നതും ക്യാമറയിലൂടെ മനസ്സിലാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു ജഡ്ജിങ് പാനലിൽ ഇരുന്ന ഒരാൾ സത്യസന്ധമായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിനും പുറത്ത് വെറുതെ നമ്മൾ ഒരു പാട്ട് കേട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡാൻസ്
ക്യാമറയിലൂടെ കാണുന്നതിന് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ സ്റ്റേജ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ക്യാമറയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ എനിക്ക് ഉണ്ടാവുന്ന സ്റ്റേജിൽ ഞാൻ എങ്ങനെ ആ സ്റ്റേജ് നിറഞ്ഞു ചെയ്തു എന്നുള്ളത് ക്യാമറമാൻ കാണിക്കണം, അല്ലെങ്കിൽ എഡിറ്റർ കാണിക്കണം എന്ന് വിചാരിച്ചാൽ മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ അത് കാണില്ല എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ നേരിട്ട് കാണാണ് ആ കുട്ടി സ്റ്റേജ് ഉപയോഗിച്ചിട്ടില്ല, ചിലപ്പോൾ ഞാൻ ആ കമന്റിൽ ഞാൻ ആ കുട്ടിയെ വിഷമിപ്പിക്കേണ്ടെന്ന് പലതും നമ്മൾ ചുരുക്കി പറയും. നമ്മള് സാക്രിഫൈസ് ചെയ്യണം, ഒന്നും പറയാനൊക്കത്തില്ല. ഞാൻ ഓണസ്റ്റ്ലി പറയാറുണ്ട്, ഞാൻ അവരോട് പറയുകയും ചെയ്യാം, എനിക്ക് പറയാനുള്ളത് ഞാൻ മുഴുവൻ പറയും. അറ്റ്ലീസ്റ്റ് ആ കുട്ടിക്ക് അത് ബെനിഫിറ്റ് ചെയ്യണം. സത്യം, ഇത് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അമ്മയ്ക്ക് ഇതിനോട് യോജിക്കുന്നുണ്ട്? അമ്മയുടെ അഭിപ്രായം എന്നാ? അമ്മ ഈ പറയുന്ന ഓക്കെയാ? അമ്മ ഇങ്ങോട്ട് നോക്കൂ, അമ്മയുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ്. Yeah, I believe in it. It's probably അമ്മൂമ്മ പറഞ്ഞതായിരിക്കണം. അപ്പം അമ്മ if she believes in it, obviously I have to also believe, right? Okay, അപ്പൊ അമ്മ പറയുന്ന അതേപോലെ തന്നെ എല്ലാം കേട്ട് മനസ്സിലാക്കി നോട്ട് ബാഡ് അല്ലേ? ഇപ്പോഴത്തെ ജനറേഷൻ അത് മനസ്സിലാക്കുന്നുണ്ടല്ലോ. പണ്ട് നമ്മള് പുതുക്കോട്ടയിലെ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ നീ പാടുമായിരുന്നില്ലേ? പണ്ട് പാടുമായിരുന്നു. ഇപ്പൊ നിനക്ക് എന്താ പറ്റിയ? ഇപ്പൊ പാടും. അതാ, അപ്പൊ നീ പാടേണ്ടി വരി, അതിന് ശേഷം നീ ഇത് കുടിച്ചാ മതി. തണുപ്പതായതുകൊണ്ടല്ലേ? അതെ, ഞാൻ ഇവിടെ ക്ലാസിക്കൽ പാടും മതി. പ്രണയരാവിൽ വീണാനാദം പോലെ കാവിൽ സന്ധ്യാദീപം പോലെ ഒരു നാടൻ പെണ്ണിൻ അനുരാഗം പോലെ ശുഭരാഗം കാറ്റിൽ ഉലയുന്നു മെല്ലെ ഇളകുന്നു കുളിരോളം പ്രണയരാവിൽ വീണാനാദം പോലെ കാവിൽ സന്ധ്യാദീപം പോലെ. ഇംപ്രൂവ് ചെയ്തോ? പിന്നെ ഞാൻ എന്താന്നറിയോ, ശരിക്കും ബിന്ദുജ പാടിയപ്പോ ഉണ്ടല്ലോ, എനിക്ക് ശരിക്കും നമ്മുടെ പഴയ മെമ്മറീസ്, നമ്മള് ബോട്ടില് ഷൂട്ടിങ്, ആ ബഹളം, അതെല്ലാം എനിക്ക്. ഞങ്ങൾ പുതുക്കോട്ടെ പുതുമണവാൾ എന്ന് പറഞ്ഞിട്ട് ഒരു പടത്തില് രണ്ടുപേരും അഭിനയിച്ചിരുന്നു. ആ പടത്തില് ഒരു ഫുൾ സോങ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഒരുമിച്ചായിരുന്നു, ഫുൾ ടൈം ഒരുമിച്ചായിരുന്നു. അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ഇഷ്ടത്തിന് ആ വെള്ളത്തിൽ കളിക്കലും പെമ്പിള്ളാര് കൂടിയുള്ള ഒരു അവസ്ഥ. നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങൾ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ അങ്ങനെ അങ്ങനെ ഒതുങ്ങി ഒന്നും അല്ലായിരുന്നു. ഒരു ഇച്ചിരി നിങ്ങൾ ഇത്രയോ ഒന്നും അല്ലെങ്കിലും ഒരു ചെറിയ രീതിയിൽ, ഒത്തിരിയോ ആയ അമ്മയുടെ ആദ്യം തല്ലി കിട്ടും. അതുകൊണ്ട് അത്രയൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് കോളേജിലൊക്കെ പോകുമ്പോൾ, ഇപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചുമ്മാ എന്റെ പഴയ കോളേജസിലൊക്കെ ഞാൻ പോകാറുണ്ട്. അപ്പൊ പഴയ ഫ്രണ്ട്സ് ഒക്കെ പറയും, നീ ഉള്ളപ്പോ ഞങ്ങളൊക്കെ ഭയങ്കര ഡീസന്റ് ആട്ടോ. അപ്പൊ ഞാൻ ഈശ്വര, നമ്മൾ അറിയാതെ തന്നെ ചില സമയത്ത് ഈ എന്താ പറയാ പൂവാലന്മാരുടെ ഒക്കെ ഗാംഗിൽ ഇവര് പെടുവായിരിക്കാം, പക്ഷെ നമ്മളുണ്ടെങ്കിൽ ഭയങ്കര എല്ലാവരും ഭയങ്കര ഡീസന്റ്. എന്തായാലും നീ എന്റെ അടുക്കളയിൽ വന്നാൽ ഐ എം സോ ഹാപ്പി. എന്തോരം വിശേഷങ്ങൾ കേട്ടു. എനിക്ക് വയ്യ, നീ ഡോക്ടർ ബിന്ദുജ മേനോൻ ആ ഒരു പദവിയിലെത്തി. ബട്ട് സ്റ്റിൽ എനിക്ക് അത് അംഗീകരിക്കാൻ ഒക്കുന്നില്ല. പക്ഷെ സന്തോഷമുണ്ട് കേട്ടോ, ഒത്തിരി സന്തോഷം. ഐ ഫീൽ പ്രൗഡ്. എൻ്റെ ഒരു ഫ്രണ്ടിന് ഡോക്ടറേറ്റ് കിട്ടിയാൽ ഐ എം സോ ഹാപ്പി. പക്ഷെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അറിയാം? ബിക്കോസ് ഞാൻ ഇപ്പോഴത്തെ ബിന്ദുജയല്ല അല്ല കാണുന്നത്. ഞങ്ങൾ എത്രയോ ഫ്രണ്ടായ ഒരു ബിന്ദുജയും ആനിയും തമ്മിലാണ് ഇപ്പം ഞങ്ങൾ വർത്താനം പറയുന്നത്. ഓഫ്കോഴ്സ് ഇപ്പം കാലം മാറി, അവർക്ക് ഭയങ്കര ഡോക്ടറേറ്റ് ഒക്കെ കിട്ടി. ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഐ എം സോ ഹാപ്പി ആൻഡ് ഐ ഫീൽ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. എനിക്ക് പറയാലോ അല്ല ഇനി. ഐ എം സോ ഹാപ്പി. പിന്നെ മോളോട് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് എൻ്റെ ഷോയിൽ വന്നത്. മാത്രമല്ല എൻ്റെ പിള്ളേരെ മോളെ എല്ലാവരും റെയർ ആയിട്ടാണ് കണ്ടിരിക്കുന്നത് അല്ലേ? കണ്ടിട്ടേ ഇല്ല. ആൻറ്റിയുടെ പിള്ളേരെ മിക്കപ്പോഴും മാഗസിൻസിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പ്രേക്ഷകർ ആദ്യമായിട്ടാണ് ബിന്ദുജയുടെ മോളെ കാണുന്നത്. അതുകൊണ്ട് അതിലൊരു വലിയ സന്തോഷമാണ്. എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ല മോളെ കാണിക്കാൻ. ഗ്രാൻഡ് ഭാഗ്യം. എന്നാന്ന് വെച്ചാൽ അവള് ഡോക്ടറേറ്റ് ആയെന്നുള്ളത് പറഞ്ഞത് ഇപ്പൊ എന്റെ ഷോയിൽ കൂടിയാ. അത് മാത്രമല്ല മോളെ ഫസ്റ്റ് ടൈം കാണുന്നത് തന്നെ എന്റെ ഷോയിൽ കൂടെ അല്ലേ? സംതിങ് ഗ്രേറ്റ്. എന്റെ മോളോട് സ്പെഷ്യൽ താങ്ക്സ്. ആക്ച്വലി താങ്ക് യു പറയാനായിട്ട് ഇത്രയും നല്ല ഡിഷ് ഉണ്ടാക്കി തന്നേനല്ലേ? താങ്ക് യു. നന്നായിട്ടുണ്ടായിരുന്നു. Thank you, da.
എന്തായാലും ഡോക്ടറേറ്റ് കിട്ടിയതിന്റെ ഒരു സന്തോഷത്തിൽ ഞാൻ സ്പെഷ്യൽ ഡിഷ് തന്നു. നോട്ട് ലൈക്ക് ദാറ്റ് യു ക്യാൻ ഹാവ് ദിസ് ഡ്രിങ്ക് ഓൾസോ. ഞാൻ പറഞ്ഞല്ലോ പാടി കഴിഞ്ഞാൽ തരാം. പിന്നെ എന്നാലും അതിന്റെ തണുപ്പ് അത്ര അങ്ങോട്ട് പോയി കേട്ടോ. What is this? ഇത് ഫ്രോസ്റ്റഡ് ലെമനേഡ് ആണ്. മോളും കഴിച്ചോളൂ. എന്നാന്ന് വെച്ചാൽ അത് നമ്മൾ വാനിലയും ലെമൺ ജ്യൂസും എല്ലാം കൂടി ഇട്ടേച്ച് ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്ത് വെക്കുന്ന ഒരു സാധനം. അതിനകത്തോണ്ട് അവക്കെല്ലാം ഇഷ്ടമാണ്.